ഇല്ല. സമസ്തനെ സംബന്ധിച്ച് ഇതിൽ ഇത്ര ആളുണ്ടാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളവരുടെ ഹക്ക് പറയുക എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട്. അത് പലതും പോയേക്കാം, പലതും നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ കരുതാത്തൊക്കെ പലതും പോകാണ്ട് അതൊക്കെ പോയും, ചിലപ്പം പോയിക്കൂടായി ഒന്നുമില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ നമ്മൾ ഈ ഹക്കിന്റെ കൂടെ ഉറച്ചു നിന്നേ പറ്റുള്ളൂ. പോകാനുള്ളതൊക്കെ പോവും, ബാക്കിയുള്ളത് ഉണ്ടാവും. സ്വാഭാവികമാണല്ലോ ഇതിങ്ങനെ കുറഞ്ഞു വരണം എന്നുള്ളത്. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഹക്കായ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരണം വരെയും നിലകൊള്ളാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ആദർശവും ആശയവും ഒക്കെ ആയി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു അടുത്ത വിഷയം കാണിച്ചവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഹക്കിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഖിദ്മത്തെടുക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين. അനുവദിക്കപ്പെട്ട സമയത്തിൽ 5 മിനിറ്റ് ബാക്കി വെച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.